ഇനി അല്പം ഉശിരോടെ ഇരുന്നോളൂ. മൂർച്ചയേറിയ വാക്കുകളുമായി സമകാലിക സാമൂഹിക കാഴ്ചയുടെ സ്ത്രീ പുരുഷ സംവാദം അർദ്ധനാരീശ്വരം. കോംപ്ലക്സുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു കാലഘട്ടമാണിത്. ഈ അടുത്ത കാലത്ത് കോംപ്ലക്സുകളെക്കുറിച്ച് വളരെ വിചിത്രമായൊരു കഥ ഞാൻ വായിച്ചു. നമ്മുടെ വിരലുകൾ സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കോംപ്ലക്സുകളുടെ അവരവരുടെ അവകാശവാദങ്ങളുടെ മികവുകളുടെ ഒരു അവതരണം നടത്തി. ഇപ്പോൾ സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് തള്ളവിരലും മോതിരവിരലും ചെറുവിരലുമാണ് നിന്നതെങ്കിൽ പുരുഷന്മാരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ചൂണ്ടുവിരലും നടുവിരലും വന്നു. ആദ്യം വന്നത് തള്ളവിരലാണ്, മാതൃവിരലാണ്. അത് പറഞ്ഞു, വളരെ ഭവ്യമായിട്ട് പറഞ്ഞു, ഞാൻ തള്ളവിരലാണ്, ഇവരുടെയൊക്കെ മാതാവാണ്. പക്ഷേ തള്ളവിരലാണെങ്കിലും എനിക്ക് ശക്തിയുണ്ട്. ഞാൻ ഈ നമ്മുടെ ഒരു ഭാരമുള്ള വസ്തുവൊക്കെ എടുക്കുമ്പോൾ ഞാനാണ് ഒരു വശത്ത് പിടിക്കുന്നത്, മറ്റുള്ളവരൊക്കെ. അങ്ങനെ പറഞ്ഞ് തള്ളവിരലങ്ങ് പോയി. ചൂണ്ടുവിരൽ വന്നിട്ട് പറഞ്ഞു, ചൂണ്ടുവിരലിന് ശരിക്കും മഹാഭാരതത്തിലെ സവ്യസാചിയായ അർജുനൻ്റെ ഒരു ജ്വാലയാണ്. ചൂണ്ടുവിരൽ പറഞ്ഞു, ഞാനാണ് ചൂണ്ടുന്ന വിരൽ, ഞാനാണ് അധികാരത്തിൻ്റെ വിരൽ, ഞാനാണ് ആജ്ഞാപിക്കുന്ന വിരൽ. അതുകൊണ്ട് അധികാരത്തിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് വന്നത് നടുവിരലാണ്. അയാൾ പറഞ്ഞു, ഞാൻ ഇവരുടെയൊക്കെ രക്ഷകർത്താവാണ്, ഏറ്റവും അധികം തലയെടുപ്പ് എനിക്കാണ് കൂടുതൽ പുരുഷത്വം, കാഴ്ചയിലും അങ്ങനെയല്ലേ. അതുകൊണ്ട് നിങ്ങൾ പുരുഷത്വത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കണം. പിന്നെ സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്ത് വന്നത് മോതിരവിരലാണ്. നാണം കുണുങ്ങിയായിട്ട് നിന്നിട്ട് മോതിരവിരൽ പറഞ്ഞു, ഞാൻ മോതിരം അണിയുന്ന വിരലാണ്, ഞാൻ വിശുദ്ധിയുടെ വിരലാണ്, ഞാൻ ഈ പ്രസാദമൊക്കെ തൊട്ടിടുന്ന വിരലാണ്, എന്നെ തിരഞ്ഞെടുക്കണം. ചെറിയ വിരൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെറിയ ആളാണെങ്കിൽ ഞാൻ പൂർണ്ണതയുടെ വിരലാണ്, ഞാനില്ലെങ്കിൽ ഒരു പൂർണ്ണരാകുന്നില്ല, അതുകൊണ്ട് എന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇവിടെ തന്നെ ഒരു കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചത് ചൂണ്ടുവിരലും നടുവിരലുമാണ്. മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിലും എവിടെയോ ഒരു കോംപ്ലക്സ്. അത് സ്ത്രീ സഹജമായ കോംപ്ലക്സ് ആവാം. സ്ത്രീയെപ്പറ്റിയാണല്ലോ കവികളെല്ലാം വർണ്ണിച്ചിരിക്കുന്നത്. എനിക്ക് സ്ത്രീകളെക്കുറിച്ചുള്ള വർണ്ണനയിൽ ഏറ്റവും ഇഷ്ടം നമ്മുടെ ഹെലനെക്കുറിച്ച് അദ്ദേഹം എഴുതിയതാണ്. 10,000 പടക്കപ്പലുകളെ സമുദ്രത്തിലിറക്കിയ മുഖം, ഒറ്റ വാക്യത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ സൗന്ദര്യം ഒക്കെ ഉള്ളതുകൊണ്ട്, ഒരു ലാവണ്യ ഭാണ്ഡമാണ് സ്ത്രീ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ടാവാം. സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഓക്കെ ആണോ എന്നുള്ള ഒരു കോംപ്ലക്സ്, എൻ്റെ വസ്ത്രങ്ങളെല്ലാം വേണ്ടത്ര സജ്ജമാണോ, വിഭൂഷിതയാണോ, ഈ വിധത്തിലൊക്കെയുള്ള കോംപ്ലക്സുകൾ പല വിധത്തിൽ അവരെ ഭരിച്ചിട്ട് അവർക്ക് ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ സമൂഹത്തിന് വളരെ കുറച്ചേ വേണ്ടൂ. അതാണ് അതിൻ്റെ സത്യം. നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി പുരുഷൻ്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞാൽ പുരുഷൻ അല്ലെങ്കിൽ സമൂഹം അവളെ എത്രമാത്രം അംഗീകരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവൾക്ക് ഭയമുണ്ട്. ഒരു കാര്യമാണ് അതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കാര്യം. കാരണം സ്ത്രീ എപ്പോഴും, താങ്കൾ പറഞ്ഞല്ലോ കോംപ്ലക്സ് എന്നാ, അത് കോംപ്ലക്സ് അല്ല. സ്ത്രീ എപ്പോഴും വിചാരിക്കുന്നത്, അവൾ എപ്പോഴും എല്ലാ കാലത്തും വിചാരിക്കുന്നത് അവൾ സമൂഹത്തിൻ്റെയും പുരുഷൻ്റെയും കീഴിലുള്ള ഒരു വസ്തുവാണെന്നാണ്. ഒന്നാം തരം എപ്പോഴും പുരുഷനാണ്. അവൻ്റെ പ്രീതിക്ക് വേണ്ടി ബഹുഭൂരിപക്ഷം സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഇതിനെ മറുവശത്ത് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരിക്കാം. ബഹുഭൂരിപക്ഷം സ്ത്രീകളും നിങ്ങൾ പുരുഷന്മാർ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിതമില്ല എന്ന് കരുതുന്ന സ്ത്രീകളാണ്. അത്തരം സ്ത്രീകളാണ് ഈ തള്ളവിരലിൻ്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാത്തത്. ഈ വിരലില്ലെങ്കിൽ പിന്നെ ഒരുപക്ഷെ ഈ കഥ എഴുതിയത് ഒരു പുരുഷനായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ്. ഇല്ലാതെ ഒരു സ്ത്രീയും അത് എഴുതില്ല. ഞാൻ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തള്ളവിരലില്ലാതെ നിങ്ങളുടെ 4 വിരലുകൾക്കും പ്രയോജനമില്ലെന്ന് എഴുതും. കാരണം ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഈ തള്ളവിരലില്ലാതെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുമോ, ഡ്രൈവ് ചെയ്യുമോ, വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമോ തള്ളവിരലില്ലാതെ എന്നേ ഞാൻ എഴുതൂ. ഇത് എഴുതിയത് ഏതോ ഒരു പുരുഷനാണ്, സ്ത്രീയെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി. അല്ല, ഈ കഥയിൽ അതെ, അവതരണാംശം തന്നെയും ഈ ഒരു അംശത്തെ മറച്ചു വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ ഈ തള്ളവിരൽ
മാതൃവിരൽ എന്ന് താങ്കൾ ആദ്യം പറഞ്ഞ ഈ വിരലില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ കിട്ടിയില്ല എന്ന് തോന്നുന്നു. കാരണം തീർച്ചയായും കിട്ടി. വിരൽ പറയുന്നത് ഏറ്റവും ശക്തമായ കാര്യമാണ്. കാരണം ഒരു ഭാഗത്ത് ഞാൻ മാത്രമാണ് പിടിക്കുന്നത്, നിങ്ങൾ 4 വിരലുകൾക്കുമുള്ള അത്രയും കരുത്ത് എനിക്കുണ്ട് എന്നുള്ള ശക്തമായ വാദവും ശക്തിയും ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് അത് അത്രയും പ്രബലമായി അതിനെ അവതരിപ്പിക്കാൻ കഴിയാത്തതിന് കാരണം വളരെ വ്യക്തമാണ്. അത് കോംപ്ലക്സ് അല്ല. നിങ്ങൾ സമൂഹം നദാങ്കി ആനതാങ്കി എന്നാണ് സ്ത്രീയെ വിശേഷിപ്പിക്കുന്നത്. പുരുഷ സമൂഹം, പുരുഷൻ കണ്ടെത്തിയ സമൂഹം. അവളുടെ തോൾ ഉയർന്നിരിക്കാൻ പാടില്ല, അവളൊന്ന് കുനിഞ്ഞു നടക്കണം. അതാണ് സ്ത്രീ സൗന്ദര്യം. അതെ, കാളിദാസനാണല്ലോ. കാളിദാസൻ ഉൾപ്പെടുന്ന, ഒരുപക്ഷെ കാളിദാസൻ എന്ന് പറയുന്ന കവിയല്ല ഞാൻ പറയുന്നത്, താങ്കൾ കാളിദാസൻ എന്ന് പറയുന്ന ആ ഒരു ഈ ചൂണ്ടുവിരലിൻ്റെ അധികാരത്തിൻ്റെ പുരുഷാധിപത്യത്തിൻ്റെ ഒരു പ്രതീകമായ ഒരു കാളിദാസൻ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാളിദാസൻ ആഗ്രഹിച്ചത് കുനിഞ്ഞ തോളോടുകൂടിയ ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്നും ആഗ്രഹിക്കുന്നത് പുരുഷൻ്റെ കൂട്ടാണ്. എപ്പോഴും അവൾ ആഗ്രഹിക്കുന്ന അതാണ്. തന്നെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് തണലായി നിൽക്കുന്ന ഒരു പുരുഷനെ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹമാണ് അവളുടെ ഈ ലജ്ജയ്ക്ക്, അവളുടെ അഭിപ്രായം പറയുന്നതിലുള്ള ഈ താങ്കൾ ഉദ്ദേശിച്ച കോംപ്ലക്സിന്, ഇത് സ്ത്രീയുടെ തന്നെ ഒരു ശക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിലൂടെയാണ് സ്ത്രീ അവളുടെ സ്ത്രൈണതയും സ്ത്രീത്വവും തെളിയിക്കുന്നത്. ഒരുപക്ഷെ ഞാനൊരു പുരുഷനെ പോലെ പെരുമാറിയാൽ, ഒരു 10 പുരുഷന്മാർക്കൊപ്പം ഞാൻ നിൽക്കുകയാണെങ്കിൽ താങ്കൾ എന്നെ എത്രമാത്രം സ്ത്രീയായി അംഗീകരിക്കും? എൻ്റെ സ്ത്രീത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ലജ്ജയിൽ, എൻ്റെ സൗന്ദര്യത്തിൽ, എൻ്റെ വാക്കിൻ്റെ ലാളിത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നൊരു സ്ത്രീ പറയുന്നത് തെറ്റാണോ? അതൊരു കോംപ്ലക്സ് ആണോ? താങ്കൾ അങ്ങനെയുള്ള സ്ത്രീകളെ അല്ലേ ഇഷ്ടം? കോംപ്ലക്സ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഈ പറഞ്ഞ തോള് താഴ്ന്ന അശാൻ തന്നെ പറയുമല്ലോ, ചർവാങ്ങിതൻ നടപ്പിൻ പ്രൗഢിയാൽ സ്വയം പാർവതിതാൻ അവളെന്നു തോന്നിയിടുമേ, ക്രീഡയാൽ കാമിച്ചിണയ നോക്കുന്ന മാൻപേടയ്ക്കിവൾക്കും മിഴിയഴകുന്നതാൻ. അപ്പോൾ ഈ മിഴിയഴകും ഈ നടപ്പിൻ്റെ ആ ചലന ഭംഗികളും ഒക്കെ ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാവണ്യ ഭാണ്ഡമായി നിൽക്കുമ്പോൾ മറ്റ് പല സ്ഥലത്തും ഇപ്പോൾ ആധുനിക കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഉറപ്പായിട്ടും ആധുനിക കാലത്ത് സ്ത്രീകൾ വളരെ കുറവാണ്. താങ്കൾ ഈ പറയുന്നത് പോലെ പ്രതികരിക്കുന്ന സ്ത്രീകൾ ഇന്ന് വളരെ കുറവാണ്. കാരണം ഇന്ന് നമ്മൾ കോഹാബിറ്റ് ചെയ്യുന്ന സ്ത്രീകളാണ് നമുക്കുള്ളത്. അവർക്ക് പുരുഷൻ എന്ന് പറയുന്നത് അവരുടെ, ഒരുപക്ഷെ ഈ കാലത്ത് മാത്രമല്ല, തകഴിയുടെയും ബഷീറിൻ്റെയും കാലത്ത് പോലും അത്രയും കരുത്തുള്ള സ്ത്രീകളുണ്ടായിരുന്നു. താങ്കൾക്കറിയാം നിരോധിക്കപ്പെട്ട ശബ്ദങ്ങൾ എന്ന് പറയുന്ന നോവലിനെ കുറിച്ച്. അതിലൊരു വേശ്യ പറയുകയാണ്, നിനക്ക് എന്താ ചെയ്യാനുള്ളത്, നീ ചെയ്തിട്ട് പോയിക്കോ, എനിക്ക് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പോയിക്കോ എന്ന് പറയുന്നൊരു വേശ്യയുണ്ട്. നിന്റെ കിണ്ണാരം കേൾക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നൊരു വേശ്യയാണ് ശബ്ദങ്ങളിൽ ബഷീർ അവതരിപ്പിക്കുന്നത്. പച്ചയായ ജീവിതം അനുഭവിക്കുന്ന ഒരു സ്ത്രീക്കും ഈ ലജ്ജിക്കാൻ പറ്റില്ല. താങ്കൾ പറയുന്നത് പോലെ ലാവണ്യം ഭാണ്ഡങ്ങളായ സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ടായിരിക്കാം. അത് ഒരു കരുത്താണെന്ന് സ്ത്രീ വിശ്വസിക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അത് സ്ത്രീക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ലാവണ്യ ഭാണ്ഡമാകുന്നതായിരിക്കും അവളുടെ ജീവിതവും അവളുടെ കഷ്ടപ്പാടുകളും ഒരിക്കലും അവളെ ലാവണ്യ ഭാണ്ഡമായി ജീവിക്കാൻ അനുവദിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ചില പ്രത്യേക സന്ദർഭങ്ങൾ അവൾ ഈ ലാവണ്യം അവളുടെ ഒരു അഴകായിട്ടും കരുത്തായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അത് താങ്കളെപ്പോലുള്ള പുരുഷന്മാരുടെ നാട്ടിൽ നമുക്ക് ജീവിക്കണ്ടേ, പിടിച്ചു നിൽക്കണ്ടേ? അത് സ്ത്രീയുടെ സ്ത്രീത്വമാണ്. ലജ്ജിക്കുന്ന സ്ത്രീയെ അല്ലാതെ ധിക്കരിക്കുന്ന സ്ത്രീ എത്ര പുരുഷന്മാർ ഇഷ്ടപ്പെടും, എത്ര സമൂഹം മാനിക്കും? പക്ഷേ പുതിയ സാഹചര്യത്തിൽ ധീരമായി ശക്തമായി പ്രതികരിക്കുകയും ഇന്നത്തെ ഈ കാലാവസ്ഥയിലുള്ള വിപത്കരമായ സന്ദർഭങ്ങളെയെല്ലാം ശക്തമായി നേരിടുകയും ചെയ്യുന്നതിന് ഈ തരത്തിലുള്ള അഴകിൻ്റെ മേമ്പൊടികൾ അവരെ തടയാതിരിക്കണം എന്നാണ് ഞാൻ. തീർച്ചയായിട്ടും ഇപ്പോൾ പെൺകുട്ടികളും സ്ത്രീകളും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇതൊരു കാലഘട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെയോ പ്രശ്നമാണ് ഈ പറഞ്ഞത്, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ പ്രശ്നം. അല്ലാതെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഇങ്ങനെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇന്ന് എവിടെയും യാത്ര ചെയ്യുന്ന, ആരോടും സഹകരിക്കുന്ന, എങ്ങനെയും സഞ്ചരിക്കാം എന്നാഗ്രഹിക്കുന്ന, ഏത് തരം വസ്ത്രവും ധരിക്കാം എന്നാഗ്രഹിക്കുന്ന കരുത്തുള്ള സ്ത്രീകളാണ്. അവർക്ക് അവരുടെ ശരീരമോ അവരുടെ ലജ്ജയോ ഒന്നും ഒരു ബാധ്യതയല്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിലൊഴിച്ച് എന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അവൾക്കത് വേണം, എന്നാലേ അവൾ സ്ത്രീയാകൂ. താങ്കൾ പറഞ്ഞതുപോലെ ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടി പറയുന്നത് പോലെ ലജ്ജ കൊണ്ട് സ്ത്രീ ഒരു പുരുഷനെ തൻ്റെ വരുതിക്ക് വരുത്തുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ചരിത്രങ്ങളിലുണ്ട്. മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ കോപത്തിൻ്റെയും രോഷത്തിൻ്റെയും ഫലമാണ്. പക്ഷെ അവൾ ആ തന്ത്രം തൻ്റെ ഭർത്താക്കന്മാരിലേക്ക് കൊണ്ടുവരുന്നത് അവളുടെ സ്നേഹം കൊണ്ടും അവളുടെ ഒരു നിസ്സഹായത അവൻ്റെ മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ടുമാണ്. എൻ്റെ ഈ അഴിച്ചിട്ടിരിക്കുന്ന മുടി ആര് കെട്ടും ഭീമ
എന്ന് ചോദിക്കുമ്പോൾ ഭീമൻ ചാടി പുറപ്പെടുകയാണ്. ഇത് അവളുടെ ധിക്കാരമല്ല, അവളുടെ ഒരു തന്ത്രം കൂടിയാണത്. അത് അവളുടെ കരുത്താണ്, സ്ത്രീയുടെ കരുത്ത് തന്നെയാണ് അവളുടെ ലാവണ്യവും അവളുടെ അഴകും അവളുടെ ഒരു ലജ്ജയുമെല്ലാം. അത് പുരുഷന്മാർ കൂടി മനസ്സിലാക്കിയ സ്ത്രീകൾ തന്ത്രശാലികളാണെന്നാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും ജീവിക്കാൻ തന്ത്രം ആവശ്യമാണല്ലോ. സ്ത്രീക്ക് സമൂഹത്തിൽ ജീവിക്കാൻ അവളുടെ ശക്തിയില്ല. അപ്പോൾ അവള് അതുകൊണ്ടായിരിക്കുമല്ലോ ഷേക്സ്പിയർ പറഞ്ഞത് ഫ്രൈൽറ്റി ദ നെയിം ഈസ് വുമൺ എന്ന്. അതൊക്കെ അത് അങ്കുശമില്ലാത്ത ചാബല്യമേ മഞ്ഞിൽ അങ്ങനെ ചപലതയും സൂത്രവും രണ്ടാണ്. ജീവിക്കാനുള്ള തന്ത്രങ്ങളും തക്കംപോൽ പറയുവാനുള്ള ആ സാമർഥ്യത്തെ തൽക്കാലം നമുക്കെല്ലാം സ്ത്രീ എന്ന് ഇതെല്ലാം എഴുതിയത് പുരുഷന്മാരാണ് എന്നൊക്കെ പറയുന്നിടത്ത് സ്ത്രീയെ ഒരു പരിധിവരെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. അതൊക്കെ സ്ത്രൈണതയുടെ ഭാഗമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു സ്ത്രീ ആകുന്നില്ല. ഇതൊക്കെയാണ് ഒരു സ്ത്രീയുടെ മൊത്തത്തിലുള്ള കരുത്ത് എന്നാണ് സ്ത്രീകൾ വിശ്വസിക്കേണ്ടത്. അതിലവർ ഉറയ്ക്കണം. താങ്കളെപ്പോലുള്ള പുരുഷന്മാർ അലങ്കാര ഭാണ്ഡങ്ങളായി സ്ത്രീകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയോ, എന്നാൽ പിന്നെ ഇത്രയും കുറയ്ക്കാം എന്ന് വിചാരിക്കുന്നിടത്ത് സ്ത്രീ തളർന്നു. ഇല്ല, ഞാനിത് എൻ്റെ ലാവണ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സ്ത്രീയാണ്. നിലനിർത്തുന്നതോടൊപ്പം മാനസികമായ കരുത്ത് ആർജിക്കണം, ആർജവം ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കരുത്തിൻ്റെ ഒരു കാലം. കാരണം നമ്മൾ അത്രയും അപകടകരമായ ഒരു അവസ്ഥയിലൂടെ, ആ ഒരു കാലാവസ്ഥയിലൂടെ നമ്മുടെ പെൺകുട്ടികൾ കടന്നു പോകുന്ന ഒരു കാലത്ത് നമ്മുടെ കുമാരനാശൻ, ക്രാന്തദർശിയായ കവി കുമാരനാശൻ അദ്ദേഹം പറയുന്നു, മൃതിയിലും മഹളമാർ മറക്കാമാനം. ആ വിധത്തിൽ അഭിമാനികളായ ലജ്ജാശീലകളായ സ്ത്രീകൾ പുതിയ പരിസ്ഥിതിയിൽ ആവശ്യമായ കരുത്ത് കൂടി ആർജിച്ചുകൊണ്ട് കൂടുതൽ പ്രാക്ടിക്കലായി പ്രായോഗികമായി ജീവിക്കാൻ ഉതകുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ വിധത്തിൽ അവർ വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.